അതെ മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞിട്ടേ മോറും ഓഫീസിൽ നടന്നാ പോരാ, സെയിൽസിൽ കാണണം. വാ ഞാൻ കാണിച്ചു തരാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞങ്ങൾ പിണ്ണാക്കിൽ ഫാർമ കമ്പനിയിൽ നിന്നാണ് വരുന്നത്. പൈനാക്കിൾ. ഞങ്ങള് ഡോക്ടറെ മുൻപ് കാണാൻ വന്നിരുന്നു, എന്നിട്ട് പക്ഷെ ഡോക്ടർ ഞങ്ങളെ കണ്ടില്ല, അതോടെ ഞങ്ങൾ പോയി. ഡോക്ടർക്ക് നല്ല തെളിച്ചുള്ള പേനേറ്റാ ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എന്റെ ഒരു നല്ല പേനയൊക്കെ ഉണ്ട്. അല്ല ഡോക്ടർ ഞങ്ങളുടെ മരുന്നൊന്നും എഴുതണ കാണാനില്ല. നിങ്ങൾ വന്ന കാര്യം പറ. ഡോക്ടറെ, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ മരുന്നാ, പൂക്കിമോൾ 650. പനി വന്നു കഴിഞ്ഞാലും ഇത് കഴിച്ചാൽ ചിരിച്ചിരിക്കാം. ഇത് വാഴാടി 3. ഇത് എഴുതിയ പേഷ്യൻസിന്റെ എല്ല് പിന്നെ ഒരിക്കലും പൊട്ടില്ല, പിണ്ടി പോലെ സ്ട്രോങ് ആയിരിക്കും. ഞാൻ എഴുതില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇപ്പൊ എനാൾഡോ എഴുതിയാൽ മതി, നല്ല മാറ്റം ഉണ്ടാവും. ആർക്ക്? ഡോക്ടർക്ക് കാറ്, ബൈക്ക്, ടൂറ്, അങ്ങനെ അങ്ങനെ. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് കോമ്പിനേഷൻ വ്യത്യസ്തമായിട്ട് എന്ത് ബെനിഫിറ്റ് ആണ് പേഷ്യന്റിന് നിങ്ങളുടെ പ്രോഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത്? കൂടുതലുണ്ട്. അതെ അതെ. ഇപ്പൊ പേഷ്യൻസ് മേടിക്കണേക്കാളും കൂടുതൽ കാശ് കൊടുത്തിട്ട് ഞങ്ങളുടെ മരുന്ന് മേടിക്കാലോ. ഓരോ ഉടായിപ്പായിട്ട് വന്നോളും. രണ്ടാൾ ഇറങ്ങി. ഡോക്ടർക്ക് ഞങ്ങളുടെ പ്രീമിയം പ്ലാൻ ആയ സ്കൂൾ ഫീസും കറണ്ട് ബില്ലൊന്നും ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ വേറെ റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അതിലിറങ്ങാൻ പോകുന്ന അടുത്ത സിനിമയിൽ ഡോക്ടർ എന്നെ നായകൻ. ഡോക്ടർക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസും ചെയ്യാം. സിസ്റ്ററിനെ അഭിനയിപ്പിക്കണോ? ഞങ്ങള് മഞ്ജു ചേച്ചിനെയാണ് ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. ഇനി ഡോക്ടർക്ക് നിർബന്ധമാണെങ്കിൽ സിസ്റ്ററിനെ ഞങ്ങൾ അഭിനയിപ്പിക്കാൻ നോക്കാം. ഏത് നേരത്തണോ ഇവരെ കയറ്റിവിടാൻ തോന്നിയത്? ഡോക്ടർ അങ്ങനെ ഞങ്ങൾ പുച്ഛിക്കണ്ട. ഡോക്ടർ കണ്ടതിനേക്കാളും കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഈ മരുന്ന് എഴുതാൻ പറ്റുമോ? സെക്യൂരിറ്റി എണീച്ചോ. ഓക്കെ മോള് ഓരോ നമ്പറുകളെ